ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ് عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إياكم والظن فإن الظن أكذب الحديث متفق عليه. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലും രണ്ട് സ്വഹീഹിൻ്റെ കിതാബുകളിൽ വന്ന ഹദീസാണെന്നാണ്. ഇയ്യാക്കും വദ്ദൻ ഫഇന്ന الظن أكذب الحديث. ഇയ്യാക്കും വദ്ദന്ന, നിങ്ങളാരും ധാരണകൾ വെച്ച് പുലർത്തരുത്. ഫഇന്ന الظن أكذب الحديث. കാരണം ധാരണകൾ വർത്തമാനത്തിലെ ഏറ്റവും നുണ പറയുന്ന വർത്തമാനമാണ്. ധാരണ, നമുക്ക് ഉറപ്പില്ലാത്ത വിഷയം നമ്മളായിട്ട് ധരിച്ചു വെക്കുക, ഒരാളെക്കുറിച്ച് തെറ്റായി ധരിക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് തെറ്റായിട്ട് നമ്മളതിനെ ചിന്തിക്കുക, അത് നിങ്ങൾ ചെയ്യരുത്. ഇയ്യാക്കും വദ്ദന്ന്, നിങ്ങൾ മോശമായ ധാരണകൾ വെച്ച് പുലർത്തരുത്. മോശമായ ധാരണ ഏറ്റവും കളവ് പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ്. അത് സത്യത്തിൽ കളവ് പറയുന്ന പോലെയാണ്. ഒരാളെ സംബന്ധിച്ച് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ച് മോശം പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും മോശപ്പെട്ട ചിന്തകൾ വെച്ചു പുലർത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഹദീസ്. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇയ്യാകും വദ്ദന്ന فإن الظن أكذب الحديث. ഇതല്ലേ ഇയ്യാകും വദ്ദന്ന فإن الظن أكذب الحديث. ചെറിയൊരു ഹദീസാണത്, വലിയ ആശയമാണ്. ഇയ്യാകും വദ്ദന്ന, പറഞ്ഞു നോക്കൂ. ഇയ്യാകും വദ്ദന്ന فإن الظن أكذب الحديث. ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾക്ക് വേണ്ടട്ടോ. അദ്ദന്ന്, തെറ്റിദ്ധാരണകൾ വേണ്ട. മോശമായി ആരെപ്പറ്റിയും വിചാരിച്ചു പോകരുത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. നമുക്ക് പ്രൂഫില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണിത് പറയാം. ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, തെറ്റിദ്ധരിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യരുത്. ഫഇന്ന الظن, തീർച്ചയായും ചില ധാരണകൾ അക്ദബുൽ ഹദീസ്, വളരെ നുണ പറയുന്ന വൃത്താന്തങ്ങളാണ്. അത് നുണയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം